ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് മനസ്സിലായി കാണും ചിന്നയുടെ ചേച്ചി ഗേറ്റ്സ് വരാനുള്ള കാരണം ഇവളുടെ കസിൻ റൂയി ആണെന്ന്. അങ്ങനെ ആ സത്യം അറിഞ്ഞ ഉടനെ അവൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതൊരു പ്രതികാരം മാത്രമായിട്ടല്ല, അവളുടെ ചേച്ചിക്ക് നീതി കിട്ടാൻ വേണ്ടി. എന്നിട്ട് അവൾ ഇതിനെക്കുറിച്ചൊക്കെ ഷെന്നോട് സംസാരിച്ചിട്ട് പുറത്തേക്കൊന്ന് നോക്കുമ്പോഴാണ് ഇവരെല്ലാം ഫാമിലി ആയിട്ട് അവളുടെ കസിന്റെ കല്യാണത്തിന് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും പഴയതൊക്കെ ആലോചിച്ച് നോക്കുന്നത്. ഇതേപോലെ ഒരു ദിവസം ഇവർ ഫാമിലി ആയിട്ട് പടക്കം പൊട്ടി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവളും പാരന്റ്സും ആയിട്ട് അവളുടെ ചേച്ചി വിളിച്ചോണ്ട് പോകാൻ വന്നതാണ്. പക്ഷെ ആ സമയത്ത് അമ്മൂമ്മയാണ് ഒരു ശൗബനെ വിളിച്ചോണ്ട് പോകാൻ ചിന്നുവിനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറയും. അങ്ങനെയാണെങ്കിൽ ശൗബനെ പറഞ്ഞയക്കത്തുള്ളെന്ന് അവരൊരു കണ്ടീഷൻ വെക്കുമ്പം ഇവർ അമ്മയ്ക്കും എന്താണെന്ന് ഒരു വീഡിയോ കിട്ടത്തില്ല. കാരണം ഭർത്താവിന്റെ ഫാമിലി പറയുന്നതാണ് ഇവിടെ അവസാനത്തെ വാക്ക്. അതേസമയം ഇതെല്ലാം കേൾക്കുന്ന ശൗബയാണ് ഒത്തിരി വിഷമിച്ചിരിക്കും. അവസാനമായിട്ട് അച്ഛനമ്മയും കൂടെ ഇവൾ വിളിച്ചോണ്ടോ നോക്കിയാലും ഇവളുടെ അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ സമ്മതിക്കുന്നില്ലെന്ന്. കാരണം അവർ നല്ലോണം മനസ്സിലാക്കിയ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച്. അങ്ങനെ അവളുടെ അനിയത്തി ചിന്നുവിനെ ഇവിടെ ആക്കുവാണ്. ശൗബയ്ക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയുമ്പം അവൾ എല്ലാവരുടെ അടുത്തും പറയും അവൾക്ക് ഈ ഗ്രാമത്തിനെ താമസിക്കുന്ന ഇഷ്ടപ്പെട്ടെന്ന്. പക്ഷെ സത്യം ഇവളെ പോലെ തന്നെ അനിയത്തി ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടണ്ടെന്ന്. അങ്ങനെ എല്ലാ കഷ്ടങ്ങളും അവൾ തന്നെ ഏറ്റെടുക്കും. അങ്ങനെ അതൊക്കെ ഇപ്പോഴാണ് ചിന്നുവിന് മനസ്സിലാവുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഒരു പുതിയ വർഷമായതുകൊണ്ട് ഇവരുടെ മരിച്ചുപോയ പഴയ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്തോണ്ടിരിക്കും. അതേസമയം ശൗബ അടക്കം ചെയ്തേക്കുന്ന മാത്രം കുറച്ച് ദൂരത്താ. കാരണം ഇവരുടെ കുടുംബത്തിൽ അങ്ങനെ മോശമായിട്ടുള്ള എയ്ഡ്സ് എന്ന പെങ്കൊച്ചൊന്നും വേണ്ടെന്ന് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടിട്ട അവൾ അവസാനം അവിടെ അടക്കം ചെയ്ത്, അതും അങ്ങ് ദൂരെ. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് അവളാണ് ഷെനിന് മെസ്സേജ് പറയും ഇവളുടെ ചേച്ചിക്ക് ന്യായം കിട്ടാൻ വേണ്ടി ഇവളുടെ ഒരു പ്ലാൻ ഉണ്ടെന്ന്. അങ്ങനെ ആ മെസ്സേജ് കണ്ടിട്ട് അവനാണ് ഇവൾ എന്ത് ചെയ്താലും എപ്പോഴും ഇവളുടെ കൂടെ അവനുണ്ടെന്ന് അറിയും. അതുകൊണ്ട് ആ ധൈര്യത്തിന് അവൾ സന്തോഷത്തി അവളുടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി റെഡിയാകും. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇവൾ സിറ്റിയിൽ നിന്ന് മൂമ്മന് വിളിച്ചു വരുത്തി ഇവളുടെ ചേച്ചിയെ കസിൻ റൂയി പ്രഗ്നന്റ് ആയ കാര്യമൊക്കെ ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതി പ്രിന്റ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ അതിപ്പോ മൂമ്മ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ട് ഇവളിത് ചെയ്യുന്നോണ്ട് ഇവളുടെ ഫാമിലി തന്നെ മൊത്തത്തിൽ പ്രശ്നത്തിലാണെന്ന് അറിയും. കാരണം അവനിപ്പോ കല്യാണം കഴിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നേ ഉള്ളു. അങ്ങനെ അതുകൊണ്ട് ഇവളെല്ലാം ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ചിന്നിയും അവൾ അവസാനമായിട്ട് എടുത്ത് തീരുമാനം ഇതാന്ന് പറഞ്ഞിട്ട് വരാമെന്ന പ്രശ്നങ്ങൾക്ക് അവൾ ഫേസ് ചെയ്തോളെന്ന് അറിയും. അതോടെ മൂമുമാണ് ഇവൾ സുരക്ഷയായിട്ടിരുന്നോന്ന് അറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ചിന്നയോട് അച്ഛനമ്മയും കൂടെ കല്യാണ ചടങ്ങ് കസിൻ എത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് അവരും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും അവൻ ഇതുവരെ നമുക്ക് വേണ്ടി തന്ന പൈസ എല്ലാം ശേഖരിച്ച് വെച്ചേക്കോന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ അത് കൊടുക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവസാനം അവനെ കണ്ടിട്ട് ഇപ്പോഴാണ് ഇവനോടൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന്. ഇവൻ ഇത്രയും വർഷം ഇവർക്ക് വേണ്ടി തന്ന പൈസ എല്ലാം ഇപ്പൊ തിരിച്ചു കൊടുക്കും. പക്ഷെ അവനാണ് അതൊന്നും വേണ്ടെന്നാ പറയുന്നത്. കാരണം അവൻ ഇവർക്ക് ചെയ്ത തെറ്റിന് ഒരു പരിഹാരമായിട്ട് ഇതൊക്കെ ചെയ്ത്. പക്ഷെ അവളുടെ അമ്മയാണ് ഇതുവരെ ശൗബയെ കുറിച്ചുള്ള കാര്യം നിന്നോട് ചോദിക്കാൻ വന്നപ്പോ നീ എന്നെ കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് പോയത്. അപ്പൊ തന്നെ ഈ കാര്യമെല്ലാം മനസ്സിലായി ആ നടന്ന സംഭവം സത്യമാണെന്ന്. പിന്നെ ഒരു ദിവസം നീ ജോലിയെല്ലാം കിട്ടിയതിനു ശേഷം ഞങ്ങളോടൊന്ന് മാപ്പ് അപേക്ഷിച്ച്. അങ്ങനെ അതുകൊണ്ട് നീ തന്ന പൈസ എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു വെച്ച്. അതിൽ എന്റെ തീരുമാനമില്ല, നിന്റെ അങ്കിളുടെ അടുത്ത് തീരുമാനം അതൊക്കെ. അതുകൊണ്ട് നിന്റെ പൈസയുടെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നിട്ട് അവർ ആ പൈസ എല്ലാം തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിന് ശിവരെല്ലാരും കൂടെ കല്യാണത്തിന് വേണ്ടി സീറ്റ് ബോക്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെപ്പോഴത്തും പോലെ തന്നെ കസിൻ റൂയിനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് ചിന്നിയും ദേഷ്യത്തി അവനെ കുറിച്ച് അത്രയും പറയാനൊന്നില്ലെന്ന് ഇവൾ എതിർത്ത് സംസാരിക്കുമ്പോൾ അവളുടെ അമ്മയാണ് പ്രശ്നമാണെന്ന് വിചാരിച്ച് ഇവളെ സ്റ്റോർ റൂമിൽ ചെന്ന് സീറ്റ് ബോക്സ് വെക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവളുടെ കസിനാണ് ഇവളുടെ ചേച്ചി ചെയ്ത് തെറ്റാണെങ്കിലും അവൻ ആ പ്രായത്ത് അത്രയ്ക്കും ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു പറയും. അങ്ങനെ അതുകൊണ്ട് തെറ്റൊക്കെ മറന്നിട്ട് ഇവനൊരു ചാൻസ് തരാൻ വേണ്ടി പറയും. അങ്ങനെ ഇവളുടെ ചേച്ചി ചെയ്ത തെറ്റിന് ഇവളുടെ ഫാമിലി എന്തൊട്ട് നല്ലോണം നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവളാണ് എങ്കിൽ പിന്നെ എന്റെ ചേച്ചിക്ക് ചെയ്ത തെറ്റിന് നീ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് ഇവളും ഇൻഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. കാരണം അവളുടെ പ്ലാൻ ഇവന്റെ കല്യാണം നിർത്താൻ വേണ്ടിയാ. അതുകൊണ്ട് അവസാനമായിട്ട് അവൾ അനിയനെ വന്ന് കണ്ട് സംസാരിക്കും. ഇനി ഇവൻ കൊച്ചുള്ളവരെ പോലെ അമ്മയച്ഛനെ കഷ്ടം കൊടുക്കാതെ അവരെ കെയറിങ്ങോടെ നോക്കിക്കോളാൻ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആകെ ഇനി ഒരു പയ്യനുള്ളെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനാണ് പേടിച്ചിട്ട് ഞാനൊരു പയ്യനായതുകൊണ്ട് എല്ലാം എന്റെ തല ഏറ്റു വെച്ചിട്ട് നീ രക്ഷപ്പെടാൻ പോകണമെന്ന് പറഞ്ഞ് അവനും ചുമ്മാ കളിയാക്കും. അപ്പോഴാണ് അവളും തലയടിച്ചിട്ട് എന്തായാലും അവസാനമായിട്ട് ഇതാ ഞാൻ നിന്നെ അടിക്കുന്ന അടിയെന്ന് പറഞ്ഞ് അവളും പ്ലാൻ അനുസരിച്ച് കല്യാണം നിർത്തിയിട്ട് ഇവിടെ മുങ്ങാനുള്ള പ്ലാൻ ഇല്ല. അങ്ങനെ അതുകൊണ്ട് അവൾ ഈ പനിയനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇതേ സമയം ഷെന്നിനെ കാണിക്കുകയാണ്. അവന്റെ അമ്മയോട് അവൻ തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന പറയും. അപ്പോഴാണ് അവന്റെ അമ്മയും ഞാൻ ബിസി ആയതുകൊണ്ട് ഇവിടെ സ്റ്റുഡിയോയിലേക്ക് വർക്ക് ചെയ്യുന്നത്, ഇനി കുറച്ച് ദിവസം നീ ഇവിടെ ഇരിക്കുവാണ്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാന്ന് അവനോട് സംസാരിക്കും. പക്ഷെ അവനാണ് എന്തായാലും കോളേജിൽ ഞാൻ പഠിക്കാൻ വേണ്ടി ഇവിടെ അല്ലായിരുന്നു, നമുക്ക് അപ്പം കറങ്ങാന്ന് പറയും. അങ്ങനെ ഇപ്പൊ എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന് ചിന്നുവിനെ കാണാൻ പോകുന്ന കാര്യം അവന്റെ അമ്മയുടെ നിന്ന് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോഴാണ് അവരും ചിരിച്ചിട്ട് അതിനുമ്പ് നിനക്ക് സീക്രട്ടൊക്കെ വന്നെന്ന് പറഞ്ഞ് ഇവ രണ്ടും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ രാത്രിയായി. ചിന്നു അവളുടെ അമ്മയെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവര് ഷോൾഡറൊക്കെ വേനെടുക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഗുളി കഴിച്ചുകൊണ്ടിരിക്കും. അതിനെ ശിവളുടെ അടുത്തേക്ക് ഒന്ന് മസാജൊക്കെ ചെയ്ത് അമ്മ എങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് അറിഞ്ഞ് അവളെ ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് അവരും പറയുന്നത് ആദ്യം ഇവളുടെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ ആ ജോലി പോയതിനു ശേഷം ഇവളുടെ അച്ഛൻ മൊത്തത്തിൽ
കുടിക്കാനൊക്കെ തുടങ്ങിയ. കൂടാതെ ഈ കുടുംബത്തിൽ നിന്ന് പെട്ടതിന് ശേഷം ഒരു ആൺകൊച്ച് ജനിക്കാൻ വേണ്ടി മാത്രം ഇവരെ ഫോഴ്സ് ചെയ്ത് 3 കുട്ടികളെ ജനിപ്പിച്ച. അങ്ങനെ ആ കാര്യമൊക്കെ ഇവളോട് പറയുമ്പം ഇത് കേട്ട് അവളും കുറച്ച് അപ്സെറ്റായി. എങ്കിൽ പിന്നെ അമ്മ എടുത്ത ഡിസിഷനൊക്കെ ഇപ്പം മാറ്റാൻ ആഗ്രഹിക്കുന്നോ ചോദിക്കും. അപ്പോഴാണ് അവരും ഇനി നമ്മളെ കൊണ്ടൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല, നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ എന്നറിഞ്ഞ് ഇവളും പ്രശ്നങ്ങളൊക്കെ മറന്ന് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി പറയും. പക്ഷെ അന്ന് രാത്രി അവളാണ് ഇവളുടെ ചേച്ചിക്ക് നടന്ന അനീതിക്ക് വേണ്ടി അവൾ പ്രിന്റ് എടുത്ത എല്ലാ ഫോമും എടുത്ത് അവിടുത്തെ സ്വീറ്റ് ബോക്സിനകത്ത് ഇടും. അങ്ങനെ ഓരോ സ്വീറ്റ് ബോക്സിനകത്തും ഇവളുടെ ചേച്ചിക്ക് നടന്ന ദുരന്തം ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കും. അങ്ങനെ അടുത്ത ദിവസം കല്യാണത്തിന് ഇവരുടെ കുടുംബക്കാരിൽ അവിടേക്ക് വരുമ്പോഴാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അവിടുന്ന് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ചിന്നി ഇവളെ ചെയ്തേ കാലിച്ചിട്ട് കുറച്ച് ടെൻഷനായിരിക്കുക. കാരണം ഇവൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന കാരണം ഈ കല്യാണം നിന്നും. പക്ഷെ അതേസമയം ഇവളുടെ കസിൻ ചെയ്ത തെറ്റിന് അവൻ കെട്ടാൻ പോകുന്ന പെങ്കോശ് എന്ത് തെറ്റിയെന്ന് പറഞ്ഞ് ഇവളും കുറച്ചൊക്കെ വിഷമിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് എല്ലാ സ്വീറ്റ് ബോക്സ് എടുത്തോണ്ട് വരാൻ പറയുമ്പം ചിന്നുവാണ് ഇവൾ ആ പേപ്പർ വെച്ച സ്വീറ്റ് ബോക്സ് മാത്രം കൊടുക്കാതെ അവിടെ തന്നെ വെച്ചേക്കും. കാരണം പഴയതൊക്കെ മറന്നിട്ട് ഇവൾ ഇവരൊക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്വീറ്റ് ബോക്സ് എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അപ്പോഴായിരിക്കും കിച്ചണിൽ നിന്ന് കുറെ ആൾക്കാർ സംസാരിക്കുന്ന ഇവള് കേൾക്കാൻ വരുന്നത്. ഈ നല്ലൊരു ദിവസത്തിന് ശൗബയുടെ ഫാമിലി നിന്ന് ഇവിടേക്ക് വന്നേന്ന്. അങ്ങനെ നശിച്ചു പോയവള് ഈ കുടുംബത്തിന് തന്നെ ചീത്ത പേരാന്നറിഞ്ഞ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവളാണ് പെട്ടെന്ന് ഇവളുടെ മനസ്സ് മാറ്റി ഇവരുടെയൊക്കെ വർത്തമാനം നിർത്തണമെങ്കിൽ ഈ സത്യം എല്ലാവരും അറിയണമെന്നറിഞ്ഞ് അവൾ വീണ്ടും ആ സ്വീറ്റ് ബോക്സ് എല്ലാവർക്കും കൊടുത്തിട്ടങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം എല്ലാവരും കൂടെ ആ സ്വീറ്റ് ബോക്സിൽ നിന്ന് പേപ്പർ എടുത്ത് വായിക്കുമ്പോഴാണ് ഇവർക്കും കാര്യം പിടികിട്ടുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റൂ ശൗബിയെ പ്രഗ്നന്റ് ആക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ സത്യം പോലും പുറത്തറിയാൻ പേടിച്ചിട്ട് അവനിപ്പോ ഒരു പുതിയ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവാന്ന് അവൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തുറന്ന് എഴുതിയേക്കും. അങ്ങനെ ഇത് കാണുന്ന കല്യാണ പെണ്ണാണ് അവൾക്ക് മൊത്തത്തിൽ തല ഇറങ്ങും. അങ്ങനെ ആ ഒരു സത്യം അറിഞ്ഞ ഉടനെ ഈ കല്യാണം ഇതോടെ നിന്നു പോകും. അതിനുശേഷം അവന്റെ അമ്മയാണ് പൊട്ടിക്കരഞ്ഞോണ്ട് ഇതെല്ലാം ചിന്നു ചെയ്ത പരിപാടിയാന്ന് അറിഞ്ഞ് അവരവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ എന്റെ പാവപ്പെട്ട മകൻ അവന്റെ ജീവിതം മൊത്തത്തിൽ പോയെന്നറിഞ്ഞ് അവരവിടെ നിന്ന് വിഷമിക്കുമ്പം ഇവളാണ് ഇനി ഈ കുടുംബത്തിൽ അവളില്ലെന്ന് അറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് അവളും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം എന്നറിഞ്ഞ് അവളും പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതിനു ശേഷം ഇവളും വേറൊരു സിറ്റിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പം അവിടേക്ക് പോകാനുള്ള ബസ് ക്യാൻസൽ ചെയ്തോണ്ട് ഇനി അടുത്ത ബസ് നാളെ രാവിലെ ഉള്ളെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് ഇവളും എങ്കിൽ പിന്നെ നേരത്തെ ഉള്ള ബസ്സിന് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഇവള് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ രാത്രി അവൾ ഒറ്റയ്ക്ക് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ കടന്നുറങ്ങുമ്പം ഇവളുടെ ബാഗിൽ നിന്ന് ആരാണ്ട് പെർസ് അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അതിനുശേഷം അവളും കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ഇവളുടെ പൈസ നഷ്ടപ്പെട്ട കാര്യം അറിയാൻ വരുന്നത്. അതിനുശേഷം അവളും മൊത്തത്തിൽ പേടിച്ചുപോയി അവിടെ ഇരിക്കുന്ന ഒരു പോലീസിനെ കണ്ട് ഇവളുടെ പൈസ നഷ്ടമായെന്ന് പറയുമ്പം അയാളാണ് ഇവളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ ഇവളുടെ പേര് അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവളുടെ ID കാർഡ് വയ്ക്കുമ്പം ഇവളാകെ മൊത്തത്തിൽ പേടിച്ചുപോയി. ഇവരതൊക്കെ അറിഞ്ഞ് പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞ് ഇവളൊന്നും പറയാതെ ചിലപ്പോൾ ഇവൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ പൈസയും പോയി അവസാനം ഇവൾ എവിടെ പോകുന്നറിയാതെ അടുത്തുള്ള ഒരു കടയിലേക്ക് ചെല്ലും. എന്നിട്ട് അവൾ അവിടുത്തെ ഓണറിനോട് ഫോൺ വാങ്ങിച്ച് ഷെന്നിനെ വിളിച്ചു നോക്കുമ്പോഴാണ് അവന്റെ ഫോണാണ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളിനെ ആര് വിളിക്കണം എന്നറിയാതെ ഇവളുടെ ഉള്ള പൈസക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കും. അതിനുശേഷം ഇവളാണ് കുറച്ച് പൈസ എന്തായാലും ഇവൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പാർട്ട് ടൈം ജോബേഴ്സിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അവൾ ഇവിടെ ജോലിക്ക് ചേർക്കാൻ ചോദിക്കും. അങ്ങനെ ഇവളുടെ പേഴ്സും ID കാർഡിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവളുടെ ഇപ്പൊ പൈസ ഇല്ലെന്ന് പറയുമ്പം ഇതേക്കുന്ന ലേഡിയും എങ്കിൽ പിന്നെ ഈ രാത്രി ഇവിടെ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം ഇവളെ വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതേസമയം ഷെന്നു പ്ലെയിനിലായതുകൊണ്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ അവന് എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ചിന്നുവിനെ കാണാൻ വേണ്ടി ഗ്രാമത്തിൽ പോകാൻ തീരുമാനം എടുക്കും. അങ്ങനെ അത് കേട്ട ഡ്രൈവർ ഷോക്കായി ഇവിടെ നിന്ന് അത്രയും ദൂരം പോകണം എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ചിന്നു ആ കടയിൽ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് വയ്യാതെ അവിടുത്തെ പ്ലേറ്റ് അങ്ങ് തറയിൽ നിന്ന് പൊട്ടിക്കും. അതോടെ ആ ഓണറാണ് അവിടേക്ക് വന്നിട്ട് ഇവളുടെ സിറ്റുവേഷൻ കണ്ടിട്ട് ഇവളിന് ഇവിടെ നിന്ന് കഷ്ടപ്പെടണമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഫാമിലി വിളിച്ച് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പം അവളാണ് എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതേസമയം ഷെൻ അവൾക്ക് കുറെ മെസ്സേജ് നോക്കും. നിന്റെ പ്ലാൻ അനുസരിച്ച് നീ ചെയ്തെങ്കിൽ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവളുടെ ഭാഗത്തിരുന്ന് റിപ്ലൈ ഒന്നും കിട്ടാത്തോണ്ട് അവൻ ഇനി അവൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഏതോ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഇവനൊരു മിസ് കോൾ നിൽക്കും. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ചു വിളിച്ച് നോക്കുമ്പോഴാണ് അവളിപ്പോൾ എവിടെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവൻ അപ്പം തന്നെ ഇപ്പൊ ഗ്രാമത്തിലേക്കല്ല ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന പറഞ്ഞ് ഇപ്പൊ അവൻ ആ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അവിടെ വെച്ച് അവനും എല്ലാ സ്ഥലത്തും അവൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവളാണ് ഇവന്റെ തൊട്ടടുത്ത് തന്നെ കാണും. പക്ഷെ അവൻ അവളെ കാണാതെ വേറെ ദിശയിലേക്ക് അങ്ങ് പോകും. ഇതേസമയം അതേ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇവളുടെ അച്ഛനമ്മയും കൂടെ അവൾ എവിടെ പോയെന്നറിയാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ള എല്ലാ സ്ഥലത്തും ചെന്ന് ഇവളെ കാണുവാണെങ്കിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞ് അവർ കുറെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം അവൾ വയ്യാതെ സിറ്റുവേഷനിലും പണിയെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആ കടയിൽ ഓണറും നിങ്ങൾ ഉദ്ദേശിച്ച പെണ്ണ് ഈ കൊച്ചല്ലെന്ന് പറഞ്ഞ് ഇവളുടെ ചേച്ചിയുടെ കൂട്ടുകാരനെ അവിടെ വിളിച്ചോണ്ട് വരും. അതിനുശേഷം അവൻ ഇവളെ കണ്ടിട്ട് ഇവളെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണ് ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ലെന്ന് പറഞ്ഞ് അവളാണ് ദേഷ്യപ്പെടും. ഇത് കേട്ട് അവന് വിഷമിച്ച് നിന്നെ അന്വേഷിച്ച് നിന്റെ അച്ഛനും കൂടെ എത്ര കഷ്ടപ്പെടാന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവളെ എന്റെ കുടുംബക്കാരെ എന്നെ വിളിച്ചു വരുത്താൻ നോക്കുന്ന എന്നോർത്ത് വിഷമിച്ചിട്ടൊന്നല്ല ആ കല്യാണം നിന്നതിന് വഴക്ക് പറയാനായിരിക്കും എന്ന് പറയും. കൂടാതെ ഇപ്പൊ ഇവളുടെ ചേച്ചിയെ കുറിച്ച് സത്യം മനസ്സിലാക്കിയതുകൊണ്ട് ഇവൻ അവളോട് സഹതാപം ഒന്നിലും ചോദിക്കുമ്പോൾ അവനത് മനസ്സിലാക്കി പതി ഇവളുടെ അടുത്തേക്ക് ഇരുന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. ചിന്നു നീ ആ കല്യാണം നിർത്തിയതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നറിയോ? നിന്റെ അമ്മൂമ്മ വയ്യാതെ ഇപ്പൊ ആശുപത്രി കിടക്കുക. കൂടാതെ നിന്റെ സിറ്റുവേഷൻ നോക്കിയ നീ ഇതിനെ
വെറുതെ ഇവിടുന്ന് കഷ്ടപ്പെടുന്നത് എന്നിന് അവനും ചോദിക്കുമ്പോൾ അവൾ തിരിച്ച് അവനോട് ചോദിക്കും, എങ്കിൽ പിന്നെ എന്റെ ചേച്ചിക്ക് നടന്നതോ? അവൾ കോളേജ് പഠിക്കുന്ന സമയത്ത് റൂയ് അങ്ങനെ ഒരു കാര്യം ചെയ്ത്. അവളെ ഓർത്ത് നിനക്ക് വിഷമമൊന്നുമില്ല, നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു എന്നിന് ഇവൾ ചോദിക്കുമ്പോൾ അവനും നടന്നതൊക്കെ എപ്പോഴും നടന്നു കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് അറിയും. കൂടാതെ ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇവളുടെ കുടുംബത്തിന്റെ മാനവഭയം നിറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പം അവളാണ് എന്റെ ചേച്ചിയുടെ സത്യം ഞാൻ എല്ലാവരും പറഞ്ഞത്, എനിക്കൊരു കുറ്റബോധമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനെ ശിവന് പറയുന്ന അവൾ അന്വേഷിക്കാൻ നോക്കുമ്പോൾ അവൾ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് വയ്യാതിരുന്നുകൊണ്ട് പെട്ടെന്ന് പുറത്ത് തന്നെ ബോധം കെട്ടങ്ങ് വീണു പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഷെന്നാണ് ഇവളെ കണ്ട് അടുത്തേക്ക് വരും. അതിനേശം അവനും വയ്യാത്ത അവളെയും പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളെ ഷെന്നാന്ന് മനസ്സിലാക്കി അവൾ സമാനപ്പെടും. അതിനേശം ഇപ്പൊ ആശുപത്രി വെച്ച് ഇവനും അച്ഛൻ കാണാതെ ഇവൾ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവ നാട്ടിലേക്ക് വന്ന കാര്യം അവന്റെ അച്ഛനും അറിയത്തില്ല. ഇതിനേശം അവിടെ വരുന്ന നഴ്സാണ് ഇനി കുറച്ച് ദിവസം കൂടെ ഇവളുടെ ഹെൽത്ത് നോക്കിക്കോണമെന്ന് പറഞ്ഞ് അവളെ വേറെ ഏതോ പേരും കൊണ്ട് വിളിച്ചിട്ട് പോകും. ഇത് കേട്ട് അവളാണ് എന്റെ പേര് അനു മാറ്റിയാന്ന് പറഞ്ഞ് ഇവനോട് ചുമ്മാ ചോദിക്കുമ്പോൾ ഇവളുടെ പാരന്റ്സ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയ അവൻ പേര് മാറ്റി പറഞ്ഞെന്ന് അറിയും. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്നവിടെ ഒരു കല്യാണ പെണ്ണും ചെറുക്കനും പോയ കാർ ആക്സിഡന്റ് ആയി പറഞ്ഞ് അവിടെ ഒരു കേസിനെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇത് കണ്ട് ഇവളാണ് മൊത്തത്തിൽ പേടിച്ചു വരിക്കുമ്പം അവൾക്ക് പിന്നീട് മനസ്സിലാവും ഇത് ഇവളുടെ ഫാമിലി അല്ല വേറെ ആരാന്ന്. അപ്പോഴാണ് ഇവന്റെ അച്ഛൻ സ്നേഹിക്കുന്ന നഴ്സ് ഇവരെ കണ്ടുടനെ പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ ഇവിടെ കുറെ പേടിച്ച് ഇനിയിപ്പോ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞ് ഇവള് കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അടുത്തേക്കൊന്ന് അവന് സമാനപ്പെടുത്തുന്നത് ഇവള് ചെയ്ത് എന്തായാലും അവളുടെ ചേച്ചിയെ കിട്ടുന്ന നീതിയാണെന്ന്. കൂടാതെ ഇവളിപ്പോ പുറത്തു പോയാലും ന്യൂസ് പേപ്പർ ഇവളിപ്പോ ഹെഡ്ലൈൻ ആയതുകൊണ്ട് നാട്ടുകാരൊക്കെ ഇവളെ പാരന്റ്സിന്റെ അടുത്ത് വിളിച്ചോണ്ടോന്ന് അറിയുമ്പോൾ അവളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ച് അവൾ സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും ഞാൻ വിദേശത്ത് നിന്ന് പെട്ടെന്ന് ഇവിടെ കൊന്ന് നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കാനല്ല നിനക്ക് കൂട്ടി ഞാൻ നിൽക്കാനാന്ന് പറഞ്ഞ് അവന് കുറച്ച് ദിവസത്തേക്ക് ഇവള് സുരക്ഷയായിട്ടിരിക്കാൻ വേണ്ടി അവന്റെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയും. അങ്ങനെ നേരെ അവളെ വിളിച്ചോണ്ട് വന്നത് ഇവന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറി താമസിക്കുന്ന അവന്റെ അപ്പൂപ്പന്റെ വീട്ടിലേക്ക്. അതിനേശം അവൻ ആരും കാണാതെ അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ ഇവളൊരു പക്ഷിയെ കണ്ടിട്ട് അത് വയ്യായിരിക്കാന്ന് പറഞ്ഞ് അതിനെടുത്തോണ്ട് വീട്ടിലേക്ക് വരും. അപ്പോഴാണ് അവനും എന്റെ അപ്പൂപ്പന്റെ പക്ഷി കൂട് ഇപ്പോഴെങ്കിലും യൂസ് ആയെന്ന് പറഞ്ഞ് ഇവളുടെ പനി മാറുന്നവരെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയും. കൂടാതെ കട്ടൻ തുറന്ന് നോക്കല്ലെന്ന് പറഞ്ഞ് അവൻ അതെല്ലാം സേഫ്റ്റി ആക്കി വെക്കും. കാരണം ഇവിടെ നിന്ന് അടുത്താണ് ഇവളുടെ വീടുള്ള. കൂടാതെ ഇവൾക്ക് കൊടുത്താൽ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തോണ്ട് അവന് ഡ്രസ്സ് ഒന്ന് കൊടുക്കുമ്പോൾ അവളൊരു നോട്ടത്തിൽ ഇവനെ നോക്കും. അപ്പോഴാണ് അവനും ഞാൻ വേറെ ഉദ്ദേശിച്ചതൊന്നും ചെയ്യില്ല, നിനക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാന്ന് പറഞ്ഞ് അവനൊരു നല്ല പയ്യനാന്ന് അറിയും. എന്നിട്ട് അവനും കുളിച്ചിട്ടൊക്കെ പുറത്തേക്കൊന്ന് നോക്കുമ്പോഴാണ് അവനൊരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് പോയി കാണും ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചിട്ട് പോയതുകൊണ്ട് ഇവൾ പുറത്തേക്കൊന്ന് ഇറങ്ങണ്ടെന്ന്. അങ്ങനെ അത് കണ്ട് അവളെ സന്തോഷത്തി അവന്റെ റൂം ഫുള്ളും ചുമ്മാ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നതിന് ശേഷം ഇവളോട് പറയും ആശുപത്രി വെച്ച് കണ്ടത് ഇവളുടെ കസിൻ ഒന്നല്ല, അത് വേറെ ആരാണ്ട് ആൾക്കാരാന്ന്, അതുകൊണ്ട് ഇവളുടെ കസിൻ സേഫാന്ന് പറഞ്ഞ് ഇവളെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ അവനെ താങ്ക്സ് പറയുമ്പം ഇത് കേട്ട് അവനാണ് എനിക്കെന്തിനാ താങ്ക്സ് പറയുന്നത്, നിന്റെ ചേച്ചിക്ക് നീതി കിട്ടാൻ വേണ്ടി നീ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, നിന്റെ ധൈര്യത്തിന് ഞാൻ വേണം കൺഗ്രാജുലേഷൻ ചെയ്യാൻ. എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് അവളാണ് വിഷമിച്ച് എന്നാലും എന്റെ ചേച്ചിയുടെ അവസ്ഥ ഇങ്ങനെയുള്ള കാരണം എനിക്ക് വേണ്ടിയാ, ചേച്ചി എന്നെ ഓർത്തിട്ടാ ആ ഗ്രാമത്തിനെ ജീവിച്ചോണ്ടിരുന്നത്, അതുകൊണ്ട് ചേച്ചി വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ ചേച്ചിക്ക് ചെയ്ത് വലിയ കാര്യമൊന്നുമല്ല, ഒരു പക്ഷേ വീണ്ടും എനിക്ക് ഇതേപോലെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ ഈ കാര്യം തന്നെ ചെയ്യും, അതിലെനിക്കൊരു കുറ്റബോധമില്ല എന്നിന് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ചിന്നയുടെ വീട്ടിൽ അവളുടെ അച്ഛനമ്മയും കൂടെ പറ്റുന്ന എല്ലാവരും ഫോൺ വിളിച്ച് തിരക്കി നോക്കും. അങ്ങനെ അവളുടെ അമ്മയ്ക്ക് ആ ഗ്രാമത്തിലെ പയ്യൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, അതായത് ഇവളുടെ ക്രഷിന്. പക്ഷെ ചിന്നുവിനെ അന്വേഷിക്കാൻ വേണ്ടി അവനോട് സംസാരിച്ച് നോക്കും. പക്ഷെ ഇവർക്ക് എവിടെയും തന്നെ ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പോഴാണ് പോലീസും അമ്മയെ വിളിച്ചൊരു കാര്യം പറയുന്നത് ഇവർക്കൊരു ഡെഡ് ബോഡി വെള്ളത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്തായാലും ഇവരുടെ മോളുടെ അത്രയും ഏജ് ഒന്നും വരുന്നില്ലെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അടുത്ത സെക്കൻഡ് തന്നെ അമ്മ അവിടേക്ക് പോകണമെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം അച്ഛനാണ് ഈ കാര്യം അറിഞ്ഞിട്ട് പോലീസ് നമ്മുടെ മോളുടെ പ്രായം വന്നില്ലെന്ന് അറിഞ്ഞില്ല, പിന്നെന്തിനാ പോയി നോക്കുന്നത് എന്നിന് അച്ഛനും തടയാൻ നോക്കും. പക്ഷെ അമ്മയ്ക്കാണ് മൊത്തത്തിൽ വിഷമം വന്നിട്ട് അവളുടെ ചേച്ചിയെ പോലെ തന്നെ ആവുമെന്ന് പറഞ്ഞ് ഇവരിവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇവിടെ അവളാണ് കൂളായിട്ട് ഇവന്റെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഷെന്നും ഇവിടെ പനിയൊക്കെ മാറിയ ശേഷം ഇവിടെ നിന്ന് പോകാൻ പോകണം ചോദിക്കുമ്പം അവളും കുറെ ആൾക്കാരുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നറിയും. കാരണം പനി മാറുന്നവരെ ഇവന്റെ വീട്ടിൽ ചുമ്മാ റെസ്റ്റ് എടുക്കുക. അതുകൊണ്ട് അവളും പൈസയൊക്കെ തരുവാണ്. ഇവള് പിന്നെ ജോലിക്ക് വന്നതിന് ശേഷം ഇവൻ ഇൻട്രസ്റ്റോടെ തരാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും ദേഷ്യത്തി പൈസയ്ക്ക് വേണ്ടിയാണ് നിന്നെ ഞാൻ സഹായിക്കുന്നതെന്ന് അറിഞ്ഞ് അവൻ അപ്സെറ്റ് ആകും. എന്തായാലും ഇവൾ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചെങ്കിൽ അവനും കൂടെ വരാൻ പറയും. കാരണം എന്നാലും ഒരു ദിവസം ഇവന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകാൻ അവൻ തീരുമാനിച്ചത്, അതുകൊണ്ട് ഒരു കൂട്ടുള്ളത് നല്ലതെന്ന് അറിഞ്ഞ് ഇവളുടെ കൂടെ വരാമെന്ന് അവന് തീരുമാനം എടുക്കും. പക്ഷെ അവൻ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കാര്യം ഇവൾ ഒറ്റയ്ക്ക് വന്ന് ആലോചിച്ച് പേടിച്ചിട്ട്. അത് കേട്ട് അവളാണ് എനിക്ക് വേണ്ടി നീ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കണ്ട, നീ നല്ല പയ്യൻ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കുന്നത്, അതിനൊക്കെ എനിക്ക് കടപ്പാടുണ്ട് എന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്നും വരണ്ട എന്നിന് ഇവള് പറഞ്ഞു നോക്കുമ്പോൾ അവനാണിത് കേട്ടിട്ട് ആര് പറഞ്ഞ് ഞാൻ നല്ല പയ്യനായതുകൊണ്ട് നിനക്ക് സഹായിച്ചെന്ന്, അതുകൊണ്ടൊന്നുമില്ല, എന്തായാലും നിനക്ക് എന്നെ തടയാൻ സാധിക്കത്തില്ല, കാരണം ഇത് ഞാൻ എടുക്കുന്ന തീരുമാനം, അതുകൊണ്ട് തീർച്ചയായും ഞാൻ വന്നിരിക്കും എന്നിന് അവനും പറയുമ്പം അവൾ അവസാനം സമ്മതിക്കും. അങ്ങനെ അന്ന് രാത്രി ഫുള്ളും ഇവളുടെ വീട്ടുകാരാണ് പുറത്ത് എല്ലായിടത്തും നോട്ടീസ് കൊടുത്ത് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കാണുന്നവരൊക്കെ ആ നോട്ടീസ് വാങ്ങിച്ചിട്ട് ദൂരെ കളയത്തേ ഉള്ളു. അപ്പോഴാണ് അവിടെ
അവിടെ ഒരു പെങ്കൊച്ച് ചിന്നുവിനെ പോലെ പോകുന്നുണ്ട്. അമ്മ പെട്ടെന്ന് ഒന്നും നോക്കാതെ അവിടെ ഓടിച്ചെല്ലും. അതിനെ ശനീനും പുറകെ ചെന്ന് അത് നമ്മുടെ ചിന്നു ഒന്നല്ലെന്നറിഞ്ഞ് അവന്റെ അമ്മയെ സമാനപ്പെടാൻ വേണ്ടി പറയും. അങ്ങനെ അവളെ കണ്ടെത്താൻ വേണ്ടി അമ്മ ഇപ്പൊ കാർ ഇടിച്ചേനെന്നറിഞ്ഞ് ഇവൻ അവരോർത്ത് വിഷമിക്കും. പക്ഷെ അമ്മ അപ്പോഴും പൊട്ടിക്കരഞ്ഞോണ്ട് അവളെ അന്വേഷിക്കുന്ന വിടത്തില്ല. ഇതേ സമയം ഇവിടെ റൂമിൽ ഇരുന്നുണ്ട് ഷെന്നും അവൻ പിയാനോ വായിക്കുമ്പോഴാണ് ഇവളാണ് അത് കേട്ട് സൂചിച്ചിട്ട് ഇവൻ വായിക്കുന്ന കൊള്ളാന്നറിയും. അപ്പോഴാണ് അവൻ അവളെ ചുമ്മാ ആക്കാൻ വേണ്ടി ഇത് ഫ്രീ ആയിട്ട് വായിച്ചേപ്പിക്കല്ല, എനിക്ക് പൈസ ആണെന്ന് അറിയും. അപ്പോഴാണ് അവൾ പെട്ടെന്ന് നെക്ലസ് എടുത്തിട്ട് ഇതെന്റെ ലക്കി ചാർമാന്ന് അറിഞ്ഞ് അവനത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പോഴാണ് അവന് ഷോക്കായി. ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാൽ എനിക്ക് പൈസയും ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്നറിഞ്ഞ് ഈ വിലപ്പെട്ട സാധനം ഇവളുടെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും ഇവളുടെ ഒരു മനസ്സിന് വേണ്ടി ഇവന്റെ കയ്യിൽ വെച്ചേക്കാൻ പറയും. അപ്പോഴാണ് അവനും എന്തായാലും ഇത് ലവ് ടോക്കൺ ആയിട്ട് ഞാനിന്ന് കണക്കൂട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഇരിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്ന സാധനം ഗിഫ്റ്റ് ആയിട്ട് ഇവൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് അവളും പറയുന്നത് ഇവനെ കാണുന്ന മുമ്പേ തന്നെ അവളുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ഈ സാധനം കാണാറുണ്ടെന്ന്. അതിനുശേഷം അവളും കസേര ചെന്ന് കിടന്നുറങ്ങാന്നറിഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ ഇവനും കസേര ഒന്നും കിടന്നുറങ്ങണ്ട, ഞാൻ താഴെ കിടന്നോളാം, നീ ബെഡിൽ കിടന്നോന്ന് പറഞ്ഞിട്ട് അവന് കിടക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവർക്ക് സേഫ്റ്റി ആയിട്ട് നടുക്കിടന്ന ഒരു തുണിയാണ് പെട്ടെന്ന് പൊട്ടി താഴേക്ക് അങ്ങ് വീഴും. അതിനുശേഷം അവനും നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് ചാടിയൊന്നും വരത്തില്ല, ഞാനൊരു നല്ല വയനാന്ന് പറഞ്ഞ് അവന് സമാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും എനിക്ക് പിന്നെ ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് ഇവൻ എപ്പോഴും അവൾ ആദ്യം കണ്ടേം ചോദിക്കുമ്പോൾ അവളും അന്ന് മരത്തിന്റെ അവിടെ വെച്ച് ഇവനെ കടിച്ചതല്ലേ ഇവൻ ആദ്യം കണ്ടേം ചോദിക്കും. അപ്പോഴാണ് അവനും ചിരിച്ചോണ്ട് അതൊന്നുമല്ല, കൊച്ചിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ ഇവള് ഡാൻസ് കളിക്കുന്ന സമയത്ത് അവനായിരുന്നു പിയാനോ വായിച്ചിരുന്നത്. അങ്ങനെ ആ ഓർമ്മയില ഇവളെ മരത്തിന്റെ അവിടെ ചെന്ന് നോയിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവൾ പേടിച്ചു പോയി. നീ എന്നെ അപ്പൊ പുറയുന്ന ഫോളോ ചെയ്തെന്ന് അറിഞ്ഞ് അവൾ ദേഷ്യപ്പെടും. അപ്പോഴാണ് അവനും ഞാനൊന്നും ഫോളോ ചെയ്തല്ല, ഞാൻ നിന്നെ അവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞേ ഉള്ളു. എന്നിട്ട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവന് ഭൂകമ്പം വന്നേന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് സൈഡിലേക്ക് ചെന്നിരിക്കും. അതിനുശേഷം അവള് പേടിച്ചിരിക്കുന്നുണ്ട്. ഇവനൊരു പക്ഷേ നമ്മളുടെ മരണം എത്തിയെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഇവളും പേടിച്ചിട്ട് നമ്മളൊന്നും മരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവന് മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴായിരിക്കും അവൾക്ക് പിടിയിട്ടുന്ന ഇവൻ ചുമ്മാ ഇവളെ കളിയാക്കിയതാ. സത്യത്തിൽ മുകളിൽ ആരാണ്ട് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്ന സൗണ്ടാണ് ഇവർക്ക് കേട്ടെ. അതോടെ അവളാണ് ദേഷ്യപ്പെടുമ്പം ഇവനൊരു പക്ഷേ ഭൂകമ്പം വന്നാൽ പോലും ഇവളുടെ കൂടെ അവനും കാണുന്ന പറയും. അതിനുശേഷം അടുത്ത ദിവസം അപ്പൂപ്പനാണ് ഇതുവരെ ചിന്നിയെ കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് നേരെ ഇവരുടെ വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ കൂടെ അങ്കിളും കാണും. അങ്ങനെ അപ്പൂപ്പനും അവളുടെ അമ്മയായിട്ട് വഴക്കുറയുമ്പം ഇത് കേട്ട് അങ്കിളും അച്ഛനും കൂടെ ആയിരിക്കും അദ്ദേഹത്തിനെ സമാനപ്പെടുത്തുന്നത്. അങ്ങനെ അവസാനം ചിന്നിയെ കണ്ടെത്താൻ വേണ്ടി ന്യൂസിലെ റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് അവളാണ് സംഭവം ഇത്രയും വരെ പോകാനൊന്നും അവൾ ആഗ്രഹിച്ചിട്ടില്ല. അതിന് മുമ്പേ തന്നെ അവളുടെ പേരൻസ് ആയിട്ട് അവൾ സംസാരിച്ചു നോക്കി. പക്ഷെ അവർ ചേച്ചിയുടെ കാര്യത്തിൽ നിന്ന് പിന്മാറിയിട്ടേ ഉള്ളു. അങ്ങനെ അതുകൊണ്ട് അവൾ ഈ സത്യമൊക്കെ അറിയാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്തെന്നറിയും. അതിനുശേഷം ഇവൾ ഷെന്നിന്റെ അച്ഛനെ കണ്ട് ആ നഴ്സാണ് ദേഷ്യത്തി മറ്റേ അവര് പറഞ്ഞ പോലെ ഇന്ന് ബ്ലൈൻഡ് ആയിട്ട് പോകുമെന്നറിയും. അങ്ങനെ അവർ ചുമ്മാ ദേഷ്യത്തിന് വേണ്ടി പറയുന്നതാ. പക്ഷെ ഇത് കേട്ട് ഷെന്നിന്റെ അച്ഛനും എങ്കിൽ പിന്നെ സേഫ് ആയിട്ട് പോയിട്ട് സേഫ് ആയിട്ടാന്ന് അറിഞ്ഞ് ഇദ്ദേഹം വിഷയത്തേ ഉള്ളു. കാരണം ഷെന്നി കല്യാണത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ അവരതൊന്നും കണക്കിലെടുക്കാതെ എങ്കിൽ പിന്നെ മകൻ ഇവിടെ വന്നിട്ട് അവനെ കാണാൻ പോകുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അച്ഛന് ഷോക്കായി. അവൻ ഇനി വരാൻ കുറെ ദിവസം ഉണ്ടെന്ന് അറിഞ്ഞ് ഇദ്ദേഹവും പറയുമ്പം അവരെന്ന് ആശുപത്രി വെച്ച് അവനെ കണ്ട കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം അവന്റെ അച്ഛൻ അപ്പം തന്നെ അവനെ കാണാൻ വേണ്ടി അപ്പൂപ്പന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് പുറത്ത് ആരാണ്ട് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ഇവനും പേടിച്ചുപോയി. എന്റെ അച്ഛൻ വന്നെന്നറിഞ്ഞ് പെട്ടെന്ന് ഇവളെ റൂമിലേക്ക് അങ്ങ് ആക്കും. അതിനുശേഷം അവനും എവിഡൻസ് ഇല്ലാതെ കുറച്ച് സാധനങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുമ്പം അവിടേക്ക് വരുന്ന ഇവന്റെ അച്ഛനാണ്. അവിടുത്തെ ഷൂവും എക്സ്ട്രാ സ്പൂണും കണ്ട് മനസ്സിലാക്കും ഇവന്റെ റൂമിൽ വേറെ ആരും ഉണ്ടെന്ന്. അങ്ങനെ അതൊന്നും കാണിക്കാതെ ഇവൻ എപ്പോഴാണ് വീട്ടിലേക്കൊന്നും ചോദിക്കുമ്പം അവന് പറഞ്ഞിട്ട് ഞാൻ എന്തിപ്പോ കൊച്ചൊന്നുമില്ലെന്നറിഞ്ഞ് ഇവന്റെ അച്ഛനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. പക്ഷെ അദ്ദേഹമാണ് ഈ കർട്ടനൊക്കെ എന്തിനാ എപ്പോഴും ക്ലോസ് ആക്കി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് അവന് ചില കുറച്ച് പൈസ കൊടുത്തിട്ട് മര്യാദയ്ക്ക് നല്ല ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അച്ഛൻ ഇവനോട് ഇവനിപ്പോ കൊച്ചു വെച്ചല്ലെങ്കിൽ എങ്കിൽ പിന്നെ വളർന്നതിനെ കുറിച്ച് ഇവന്റെ അഭിപ്രായം എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് വളർന്ന ആൾക്കാരാണ്, അവർക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം, കൂടാതെ മറ്റാൾക്കാരുടെ പെർമിഷനും വേണ്ട, അതാണ് ഫ്രീഡം എന്ന് പറഞ്ഞ് അവനും പറയും. ഇത് കേട്ട് അവന്റെ അച്ഛനും എങ്കിൽ പിന്നെ നീ മനസ്സിലാക്കിയത് കുറച്ചേ ഉള്ളു, ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യമായിട്ട് ചുമ്മാ ചുറ്റിക്കറങ്ങുന്നതല്ല, നിനക്ക് റെസ്പോൺസിബിലിറ്റി വേണമെന്ന് പറഞ്ഞ് അവൻ അഡ്വൈസ് ചെയ്യും. അങ്ങനെ വളർന്ന ഒരാള് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യണം, അല്ലാതെ കുട്ടികളെ പോലെ ഫ്രീ ആയിട്ട് ചുമ്മാ പ്രശ്നങ്ങൾ നോക്കാൻ നടന്നാൽ പോരെന്ന് പറഞ്ഞ് അവൻ അഡ്വൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവന്റെ അച്ഛനെ മനസ്സിലായി ഇവൻ ആ കാണാതെ വെങ്കൊച്ചിനെ ഇവിടേക്ക് വിളിച്ചൊരുത്തിയേക്കുന്നതിന്. അതേസമയം അച്ഛൻ പോയതിനു ശേഷം ഇവളാണ് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം നിനക്കൊണ്ടോന്ന് ചോദിക്കുമ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല, എന്റെ അച്ഛന് ലോക്ക് അറിയുന്നുണ്ട് പെട്ടെന്ന് ഒന്നേന്ന് പറഞ്ഞ് അവന് ലോക്ക് മാറ്റാൻ പോകുന്നറിയും. കൂടാതെ ഇങ്ങനെ ഒരു അച്ഛൻ ഇരിക്കുന്നുണ്ട് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് ഇവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇരുന്ന് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നത്തെ പോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനി ഇപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.这夏日的味道，橘子汽水温下燃烧，一杯酒到但还爱啤酒的泡泡，我还是最喜欢你清澈的笑。你数着遥远的星光，你说相聚是渐渐的流浪，我
我多想陪你把每个深夜点亮，虽然只是在交错的时空相拥抱，可都随时间泛黄，只能对照偏旁。